ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് മലയാളത്തിലെ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടർ, നായകനായും വില്ലനായും തമാശ പറഞ്ഞുമൊക്കെ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി സിദ്ദിഖ് സർ. ഐ എം വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ സർ. ഏറ്റവും പുതിയ കഥാപാത്രം കാപ്പിരിത്തുരുത്തിലെ ചൂണ്ട മസ്താൻ. ഒരുപാട് ഗെറ്റപ്പുകളിലൂടെ പല മേക്ക് ഓവറുകളിലൂടെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പം ഇതിലെ പോസ്റ്റർ വന്നപ്പോൾ തന്നെ വീണ്ടും ഒരു വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് സർ ഇതിൽ വന്നിരിക്കുന്നത്. ആദ്യം ഈ ഗെറ്റപ്പ് ചേഞ്ചിനെ പറ്റി പറയാം. ഈ എപ്പോഴും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മേക്കപ്പും നമ്മളുടെ ആ ഒരു കോസ്റ്റ്യൂമും ആ ഒരു ഗെറ്റപ്പിലാണ് നമ്മളൊരു കഥാപാത്രം രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഈ കഥാപാത്രം എങ്ങനെ അവതരിപ്പിക്കും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ വരുന്നത്. ആദ്യം ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ വന്നു കഴിയുമ്പോൾ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ നമ്മൾ ആ യൂണിഫോം ഇട്ട് അതിൻ്റെ ഒരു ഗൗരവമൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ ഒരു കഥാപാത്രം രൂപപ്പെട്ട് വരുന്നത്. അപ്പം ഈ ചൂണ്ടമസ്താൻ വ്യക്തമായിട്ട് ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ആയിരുന്നു എന്ന് ഒറിജിനൽ ചൂണ്ടമസ്താനെ നമ്മൾ ഫോളോ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിന് നമ്മൾ ശ്രീനാരായണ ഗുരുവായിട്ട് അഭിനയിച്ചപ്പോൾ അത് അഭിനയിച്ച അഭിനേതാവിന് ശ്രീനാരായണ ഗുരുവിൻ്റെ രൂപസാദൃശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. ചൂണ്ടമസ്താനം മറ്റെന്തോ രൂപമാണ്, ഞാൻ കണ്ടിട്ട് പോലുമില്ല. വഞ്ചിയിലാണ് അയാൾ താമസിക്കുന്നത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ മാത്രമാണ് അയാളുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. പക്ഷേ സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മെഹബൂബ് ഭായ് എന്ന് പറയുന്ന ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ അത്രയൊക്കെ ഒരു ഐഡിയ ഉള്ളൂ. പിന്നെ വന്ന് പട്ടണ ബഷീദും ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറും സയ്യിദ് അലിയും എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ് ആണ് ഇതിന് നമ്മൾ രൂപം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു രൂപം നമ്മളൊരു മേക്ക് ഓവർ ചെയ്തിട്ട് കണ്ണാടിയിൽ നോക്കുന്ന ആ സെക്കൻഡിലാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇനി എങ്ങനെ പെർഫോം ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഗെറ്റപ്പ് ചേഞ്ചുകൾ പല പടത്തിലും ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ ഒരുപാട് മേക്ക് ഓവറുകൾ ചെയ്യുന്നത്. അത് മേക്ക് ഓവറിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു ഭയത്തിൽ നിന്നാണ് അത് ആ മേക്ക് ഓവർ രൂപപ്പെടുന്നത്. എങ്കിൽ മാത്രമാണ് എനിക്കും മറ്റൊരു കഥാപാത്രമായി മാറാൻ സാധിക്കുള്ളൂ. എനിക്കിപ്പോൾ ഒരു പള്ളിയിലച്ഛൻ നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഇതുപോലെ എൻ്റെ മുടിയില്ലാത്ത തലയും ഈ മീശ പഠിച്ചു വന്നിട്ട് ഈ ഒരു രൂപമാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന പള്ളിയിലച്ഛൻ ഒരു രീതിയിലായിരിക്കും. ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ഹെയർ വെച്ചു, കുറച്ചും കൂടി നമ്മൾ പുരികത്തിന് ചിലപ്പോൾ ഒരു കട്ടി കൂട്ടി അങ്ങനെ വന്നു. അങ്ങനെ വരുമ്പോൾ വേറൊരു പള്ളിയിലച്ഛനായിരിക്കും. ഞാൻ ഷാജിയൻ കരുൺ ഷാജിസാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത്, കുട്ടിസനാഗ് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു കട്ടിയുള്ള പുരികം വെക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. പുരികമൊക്കെ വെച്ച് ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഷാജിസാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഷാജി ഞാൻ പൊടി വലിക്കുന്നുണ്ട്, കുഴപ്പമുണ്ട്? അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, പൊടി ഈ പൊടിവലിയാണ് ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പൊടി വലിക്കുമ്പോൾ അതിന്റെ ജസ്റ്റേഴ്സ് വരും, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെ വർത്താനം പറയില്ല, പൊടി വലിച്ചു കഴിയുമ്പോൾ ശബ്ദം ഇങ്ങനെയാവും. അങ്ങനെയൊക്കെയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ മേക്ക് ഓവർ. അതുകൊണ്ടാണ് ഈ കഥാപാത്രത്തിന് അങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവന്നത്. പിന്നെ ചൂണ്ടമസ്താനെ പറ്റി പറയുകയാണെങ്കിൽ ജീവിച്ചിരുന്ന ആളാണ്, മെഹബൂബായിട്ട് വളരെ അടുത്ത സുഹൃത്താണ്, സംഗീതത്തോട് വലിയ അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇവരുടെ ഒരു സുഹൃത്ത് ബന്ധം വളരെ ശക്തമായ. ഈ ചൂണ്ടമസ്താനിലൂടെയാണ് സഹീർ അലി കഥ പറയുന്നത്. ചൂണ്ടമസ്താൻ പറയുന്ന കഥയാണ് ശരിക്കും നമ്മൾ കാപ്പിരിത്തുരുത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കാപ്പിരിത്തുരുത്ത് എന്ന് കൊച്ചിക്ക് പേര് വന്നത്, അതിൻ്റെ കാരണം എന്താണെന്നും അതെല്ലാം ഈ ചൂണ്ടമസ്താനാണ് ഇങ്ങനെ നറേറ്റ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിനും ഒരു കഥയുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കഥ മെഹബൂബ് ഭായിയുടെ ആണെങ്കിലും അത് നെറേറ്റ് ചെയ്യുന്ന, അത് ആ കഥയിലേക്ക് കൊണ്ടുവരുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് ചൂണ്ടമസ്താൻ. അത് അഭിനയിക്കാൻ എന്നെ സെലക്ട് ചെയ്തത് എൻ്റെ ഒരു ഭാഗ്യം. എന്താ പറയുക, കൊച്ചിക്കാരുടെ സംഗീത പ്രേമത്തിനെ കുറിച്ച് വളരെ വിഖ്യാതമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം കൊച്ചി തന്നെ ജനിച്ച് വളർന്ന ആളാണ്. എടവനക്കാട് എന്ന് പറഞ്ഞ സ്ഥലം വലിയ ദൂരത്തൊന്നുമല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് നിന്ന് വിട്ട ആ തൊമ്പടി പാലം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കൊച്ചി എന്ന് പറയുന്ന ഒരു ശരിക്കൊരു ഫ്ലേവർ ഇപ്പോഴും നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പഴയ കൾച്ചറിനെ പറ്റിയൊക്കെ ഒരുപാട് അറിയാമായിരുന്നു അല്ലേ ഈ മെഹബൂബ് സാറിൻ്റെ ഒക്കെ? മെഹബൂബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിൽ റേഡിയോയിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് മെഹബൂബിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ സിനിമ കാണുമ്പോൾ മെഹബൂബ് എന്ന് പറയുന്നൊരു സിംഗർ ഉണ്ടെന്നും അദ്ദേഹം ബാബുക്കയുടെ പാട്ടുകളാണ് കൂടുതൽ പാടിയിട്ടുള്ളത്. അങ്ങനെയുള്ള പാട്ടുകൾ പാടിയിട്ടുള്ളവരൊക്കെ അറിയാം. ഈ സൗമ്യ പറഞ്ഞ പോലെ എടവനക്കാട് കൊച്ചിയുടെ ഭാഗമാണ്. വൈപ്പിൻകരയിലാണെങ്കിൽ പോലും നമ്മൾ വളരെ ഡിറ്റാച്ച്ഡാണ് കൊച്ചിയുമായിട്ട്. കൊച്ചി എന്ന് പറയുന്നത് പണ്ട് കൊച്ചി മാത്രമാണ്. നമ്മൾ ഈ തോപ്പുംപടി പാലം കഴിഞ്ഞ് ചെന്നിട്ട് പിന്നെ മട്ടാഞ്ചേരിയിലേക്ക് പോയിട്ട് ആ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സ്ഥലം മാത്രമാണ് ഇന്ന് കൊച്ചി എന്നറിയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ കൊച്ചിയിലുള്ള ആളുകളെ കൊച്ചിക്കാരെന്നാണ് പറയുക. അപ്പോൾ അവർക്കൊരു പ്രത്യേക സംസ്കാരമുണ്ട്. ഒരു തുറമുഖ നഗരങ്ങൾക്കെല്ലാം ഉണ്ടാവുക. തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് എപ്പോഴും അതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വിശാഖപട്ടണത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും
ഇനി തൂത്തുക്കുടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും തുറമുഖം വരുമ്പോൾ ഒരുപാട് രാജ്യത്തെ ആളുകൾ അവിടെ വരും. അവിടുത്തെ അവരുടെ കച്ചവട രീതികൾ, അവരുടെ സംസ്കാരം. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ നോക്കിയിട്ട് ഇന്ന കപ്പലാണ് അടുക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക സ്ഥലത്തു നിന്ന് വരുന്ന കപ്പലാണെങ്കിൽ ആ കപ്പലിൽ വരുന്ന ആളുകൾക്ക് ഇഷ്ടം പൈനാപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ നാടൻ കോഴി വേണം, അല്ലെങ്കിൽ അവർക്ക് ഇന്ന സാധനങ്ങൾ വേണം. അപ്പോൾ അതുമായിട്ട് കുറേ വഞ്ചിയിൽ ആളുകൾ പോവുക. അപ്പോൾ അവിടുത്തെ ഒരു ജീവിത രീതി വേറെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും സംഗീതമൊക്കെ പെട്ടെന്ന്, അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങൾ ആദ്യം അവിടെ വന്നിറങ്ങും. അപ്പോൾ അത് വായിക്കാനുള്ള ആളുകൾ പഠിക്കും. ഇപ്പോൾ കൊച്ചിയിലുള്ള ഒരാൾ പണ്ട് ഇടവനക്കാട് വരുന്ന സമയത്ത് അയാൾ ബുൾബുൾ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ അത് ഒട്ടും കോമൺ അല്ല, പലരും അത് ഉപയോഗിക്കാറില്ല. ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റാണ്, ഗിറ്റാറൊക്കെ പോലെ. പക്ഷെ എന്നിട്ട് അതിനിങ്ങനെ ഒരു നമ്മൾ ഈ ടൈപ്പ് റൈറ്ററൊക്കെ ഉള്ള പോലെ ഇങ്ങനെ കീ ബട്ടൺ പോലെ കാണും. എന്നിട്ട് അതിലാണ് അത് വായിക്കുന്നതൊക്കെ. അപ്പോൾ മുമ്പും സംഗീതത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഈ കൊച്ചിയിലുള്ള ആളുകൾ. എൻ്റെ ഒരു ഓർമ്മയിൽ കൊച്ചിയിലും കോഴിക്കോട്ടുമുള്ള ആളുകൾക്കാണ് സംഗീതത്തോട് വളരെ അടുപ്പം ഉണ്ടായിരുന്നത്. പഴയ ഹിന്ദി സിനിമാ ഗാനങ്ങൾ, അതിൻ്റെ ഗ്രാമഫോൺ റെക്കോർഡുകൾ സൂക്ഷിക്കുക, ആ പാട്ടുകളെ പറ്റി പറയുക. എത്രയോ വർഷം മുമ്പ്, ഞാനൊക്കെ വളരെ ചെറുതായിരിക്കുന്ന കാലത്ത് കോഴിക്കോട് മുഹമ്മദ് റാഫി വന്നിട്ടുണ്ട് പാടാനായിട്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അങ്ങനെയാണ്, സംഗീതത്തോട് വലിയ ഒരു അടുപ്പവും സംഗീതജ്ഞന്മാരോട് വലിയ സ്നേഹവും പാട്ടുകാരോട് വലിയ ഇഷ്ടവും ഉണ്ടാണല്ലോ. ദാസേട്ടനും കൊച്ചിയിൽ നിന്ന് വന്ന ആളല്ലേ, അതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നുകൊണ്ടായിരിക്കും കൊച്ചിക്ക് അങ്ങനെ ഒരു സംസ്കാരം. എന്താണ് ഈ കാപ്പിരിത്തുരുത്ത് എന്നുള്ള പേരിൻ്റെ ഒരു പ്രസക്തി? കാരണം ഇത് കൊച്ചിന് അങ്ങനെ ഒരു പേര് പറയുന്നുള്ളത് എനിക്കിപ്പോഴാണ് പുതിയൊരു അറിവായിരുന്നത്. സമയക്കല്ല, പലർക്കും, എനിക്കും. ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഈ കാപ്പിരിത്തുരുത്ത്. ഞാൻ സൈറിനോട് ചോദിച്ചിട്ട് എന്താണ് ഈ കാപ്പിരിത്തുരുത്ത്. അതിപ്പോൾ വളരെ ചെറിയ വാക്കുകളിലൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. സിനിമയിൽ ഒരു കണ്ടന്റാണ്, സിനിമയിൽ പറയുന്നുണ്ട് കൊച്ചിക്ക് എങ്ങനെ കാപ്പിരിത്തുരുത്ത് എന്ന് പറയുന്ന പേര് വന്ന, എന്താണ് കാപ്പിരി, ആരാണ് ഈ കാപ്പിരികൾ ഇവിടെ വന്നിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കാപ്പിരി തുരുത്തുന്ന പേര് വന്നത്, സിനിമയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കൊച്ചിയുടെ തന്നെ ഒരു പേരാണ്. അത് കുറച്ചുകൂടെ വിശദമായിട്ട് സിനിമ കണ്ട് പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളെന്ന് പറയുന്ന ഈ ജൂതന്മാർ, ജ്യൂസ്, അവർ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ജൂതന്മാർ ഇവിടെ വന്ന്, അവർ ഇവിടെ വന്നതിന് ശേഷം ജനിച്ച കുട്ടികളുണ്ടല്ലോ, അവരിവിടെ വളർന്നു. പിന്നീട് ഈ ജൂതന്മാർ പലസ്തീനിലേക്ക് തിരിച്ചു പോയി. പലരും ഇവിടെ നിന്നില്ല, കുറച്ച് പേര് ഇവിടെ തന്നെ നിന്നു. ഇപ്പോഴുണ്ട്, ജൂ സ്ട്രീറ്റിലൊക്കെ പോകാത്ത ആളുകൾ ഇപ്പോഴുണ്ട്. നമ്മൾ ഗ്രാമഫോൺ എന്ന് പറയുന്ന കമലിൻ്റെ സിനിമയിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ജൂതന്മാർ അങ്ങനെ പോകാൻ കാര്യം, എന്താണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതല്ലെങ്കിൽ അവരിവിടെ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, അവരെ നമ്മുടെ ആളുകൾ എങ്ങനെ അടുപ്പിച്ചിരുന്നോ, അല്ലെങ്കിൽ അവരെ എപ്പോഴും അകറ്റി മാറ്റി നിർത്തിയോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ മെഹബൂബായിയുടെ ഒരു കഥ മാത്രമല്ലാണ്ട് കൊച്ചിയുടെ ഒരു ഹിസ്റ്ററിനെ പറ്റിയും കൂടി പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ, ഈ സിനിമയിൽ ഉണ്ട്. അത് മെഹബൂബായിലൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഭായി ഈ കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിരുന്നത്, ഭായിയുടെ ഒരു ജീവിത രീതി എന്തായിരുന്നു. അന്നൊക്കെ ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ, ശരിക്കും കല എന്ന് പറയുന്നത് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത് എന്തും കലയാണ് അല്ലേ. ഇപ്പം നമ്മൾ പറയും അവൻ്റെ നടപ്പിന് തന്നെ ഒരു കലയുണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടല്ല, നടപ്പ് കാണാൻ ഒരു അഴകുണ്ടാവും. അത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നുന്ന എല്ലാ കാര്യങ്ങളും കലയാണ്. പാചകം ഒരു കലയാണ്, വാചകം ഒരു കലയാണ്, നമ്മൾ സിനിമ കലയാണ്, അതുപോലെ ചിത്രരചന, എന്തും കല. അപ്പോൾ അന്ന് മെഹബൂബായി എന്നൊക്കെ പറഞ്ഞാൽ കലാകാരൻ മാത്രമായിരുന്നു, ആളുകളെ സന്തോഷിപ്പിക്കുക, അല്ലാണ്ട് എനിക്കതിൽ നിന്ന് കുറേ പണം സമ്പാദിക്കണം, എനിക്ക് ഭയങ്കരമായൊരു പോഷ് ജീവിതം വേണം, അതല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള സുഖങ്ങൾ വേണം, അങ്ങനെയൊന്നുമില്ല. ഞാൻ ജനിച്ചിരിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ്. അതിന് എൻ്റെ കയ്യിൽ ആയുധമായിട്ടുള്ളത് പാട്ടാണ്. അതിങ്ങനെ പാടുക, സന്തോഷിക്കുക. പിന്നെ ഞാനെപ്പോഴും കൊച്ചിയിലൊക്കെ ഉള്ള ഒരുപാട് പേരോട് ഞാനെപ്പോഴും പറയാറുണ്ട്, അത് ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ കൂടെ അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. മെഹബൂബായിക്കും ദാസേട്ടനും പടച്ചവൻ കൊടുത്തത് ഒരേ കഴിവാണ്. ഒരാൾ ഉപയോഗിച്ച പോലെ അല്ല മറ്റൊരാൾ അതിനെ ഉപയോഗിച്ചത്, അത് എവിടെയോ എത്തിച്ചേർന്നു അല്ലേ. ദാസേട്ടൻ്റെ ശബ്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാസേട്ടൻ്റെ സംഗീതം എന്ന് പറയുന്നതിന് അതിനെ ഒരു നിധിയായി കരുതി അതിനെ കൊണ്ടുവന്ന് വേറൊരു തലത്തിലേക്ക് എത്തിച്ചു. അതിൽ ഞാൻ മെഹബൂബായെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശവുമില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ആയിപ്പോയി. അതല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ജീവിത രീതിയല്ല അദ്ദേഹം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ഇനി ഒരുപാട് പാട്ടുകൾ നമുക്ക് കേൾക്കാമായിരുന്നു. കൊച്ചിയിൽ നിന്ന് മറ്റൊരു മഹാനായ കലാകാരൻ കൂടെ ഉണ്ടാകുമായിരുന്നു. അതിനുള്ള കണ്ടന്റ് എല്ലാം കയ്യിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനൊരു വലിയൊരു നിലയിലേക്ക് വരാതെ നശിച്ചു പോയതിലുള്ള ഒരു വിഷമം കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കലാകാരന്മാരെല്ലാവരും, ഇപ്പോൾ ഞാനും ഒരു കലാകാരനാണ്, ഞാനും ശ്രദ്ധിക്കുന്ന അതാണ്, ഇതെനിക്ക് ദൈവം തന്ന ഒരു വരമാണ്. ഞാൻ സിനിമാ നടനാകാൻ മോഹിച്ചു, എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടി, ഒരുപാട് പേര് അവസരങ്ങൾ തന്നു. ഞാൻ ശ്രമിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോൾ വളരെ അടുപ്പമുള്ള ഒരാൾ എന്നെ കൊണ്ട് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കും, ഞാൻ കൊള്ളൂല്ലെങ്കിൽ പിന്നെ അടുത്തലുണ്ടാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സിനിമ അഭിനയിക്കുന്നത് എനിക്ക് അടുത്ത സിനിമകൾ കിട്ടാനാണ്. ഈ എൻ്റെ ചൂണ്ടമസ്ഥാനം കണ്ടിട്ട് വേണം വേറൊരു സംവിധായകന് ഇയാൾ കൊള്ളാമല്ലോ, ഇതാണെങ്കിൽ നമ്മുടെ മറ്റേ കഥാപാത്രം ഇയാളെ കൊണ്ട് ചെയ്യിച്ചാലോ, അപ്പോൾ കുഴപ്പമില്ല സാർ എന്ന് വരുന്നു.
അതാണ് എപ്പോഴും എൻ്റെ ഒരു ലക്ഷ്യം അതാണ്. ഞാനൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, എനിക്ക് അടുത്ത കഥാപാത്രങ്ങൾ കിട്ടണം. ഇതിന് പ്രായം പരിധിയൊന്നുമില്ലല്ലോ. ഏറ്റവും പ്രായമുള്ള ആളുകളും വിചാരിക്കുന്നത് ഇപ്പോൾ വളരെ പ്രായം ചെന്ന ഒരു നടി കഴിഞ്ഞ ഒരു പടത്തിൽ ഞാൻ അഭിനയിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, വന്നിരിക്കാൻ കാലിന് പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ പിടിച്ചൊക്കെ കൊണ്ടുവന്നൊക്കെ ഇരുത്തി ഒക്കെ അഭിനയിപ്പിച്ച് കഴിഞ്ഞപ്പോഴും ഡയലോഗൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു 2-3 കൊല്ലം കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുമായിരിക്കുമല്ലേ? എനിക്ക് വലിയ സങ്കടം തോന്നി. 2-3 പ്രതീക്ഷിക്കുന്നുള്ളൂ, എനിക്കൊരു 30 കൊല്ലം കൂടെ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് അത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്താം. അപ്പോൾ 2-3 കൊല്ലം കൂടെ അഭിനയിക്കണം. ഒരിക്കലും ഒരു പൈസ മോഹിച്ചിട്ടല്ല. അവർ വളരെ റിച്ച് ആയിട്ടുള്ള നടിയാണ്. അവർക്ക് ഇനി പൈസ കിട്ടിയില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ മിണ്ടാതെ പോകുന്ന ഒരു നടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, 2-3 കൊല്ലം കൂടെ അഭിനയിക്കാൻ അത് അഭിനയത്തോടുള്ള മോഹമാണ്. ഇനിയും അഭിനയിക്കണം, ഇനിയും അഭിനയിക്കണം, എന്നെ പല രീതിയിൽ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം, എൻ്റെ പല പല വേഷങ്ങളിൽ ഞാൻ വരണം, പല കഥാപാത്രങ്ങളായിട്ട് എനിക്കും ഇനിയും ആളുകളുടെ മനസ്സിൽ ജീവിക്കണം. അതാണ് എപ്പോഴും ഒരു കലാകാരൻ്റെ മനസ്സ് അതായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മെഹബൂബായിക്ക് അതില്ലായിരുന്നോ എന്ന് ഞാൻ സംശയിക്കും. ഇതൊക്കെ നമുക്ക് പാഠമാകുകയാണ് വേണ്ടത്. നമ്മളങ്ങനെ ആവണോ അല്ലെങ്കിൽ നമ്മളങ്ങനെ ആവണ്ടയോ? അതിനാണ് എന്തും ഓരോന്നും നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് പഠിക്കാനുള്ള എല്ലാം ദൈവം നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ നമ്മുടേതാണ്. ഏത് തിരഞ്ഞെടുക്കണം? ഞാൻ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവരുത്, അങ്ങനെ എല്ലാം ഇപ്പം എന്നെ കണ്ടിട്ട് ഇങ്ങനെ ആവരുതെന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ ഈ സാധാരണ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ എപ്പോഴും പറയും, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറയില്ലേ, മറ്റേ കുട്ടിയെ കണ്ട് പഠിക്കൂ, അവൻ എക്സാമിന് ഇത്ര മാർക്ക് വാങ്ങി, അവനെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ തിരിച്ച് അച്ഛനോടും അമ്മയോടും പറയണം, ഞങ്ങൾ അവനെ കണ്ടല്ല പഠിക്കും, ഞങ്ങൾ നിങ്ങളെ കണ്ടാൽ പഠിക്കുള്ളൂ. അച്ഛനെയും അമ്മയും കണ്ടു വേണം ഓരോ മക്കളും പഠിക്കാൻ. അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ട, എൻ്റെ മക്കൾക്കെങ്കിലും ഞാൻ മാതൃകയായിരിക്കണം എന്ന് തീരുമാനിച്ചിട്ട് വേണം ഓരോ അച്ഛനും അമ്മയും പെരുമാറാനെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അല്ലാതെ ഒരു അച്ഛൻ കുടിച്ചു വന്ന് ബോധമില്ലാണ്ട് വന്നിട്ട് നീ മറ്റവനെ കണ്ടു പഠിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. പണ്ട് ഒരു കുട്ടിയുടെ അടുത്ത് അച്ഛൻ പറഞ്ഞു, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നെഹ്റുവിന് കണക്കിൽ 100ൽ 100 നിനക്ക് എത്രയുണ്ട്? എനിക്ക് 10 ഉള്ളൂ. നെഹ്റുവിന് 100ൽ 100 കിട്ടി. അപ്പോൾ കുട്ടി പറഞ്ഞു, അച്ഛൻ്റെ പ്രായമുള്ളപ്പോൾ നെഹ്റു പ്രധാനമന്ത്രിയുമായിരുന്നു. അപ്പോൾ ഈ അച്ഛനും അത് ഫോളോ ചെയ്യാമല്ലോ എന്നതുപോലെയാണ് നമുക്ക് വേണ്ട ഓപ്ഷൻസ് എല്ലാം ദൈവം സൃഷ്ടിച്ച് മുന്നിൽ നിർത്തിയിട്ടുണ്ട്. ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ മെഹബൂബായി കൊച്ചിയിൽ ജനിച്ച് കൊച്ചിക്കാരുടെ പ്രിയങ്കരനായിട്ട് കൊച്ചിയിൽ വളർന്ന് കൊച്ചിക്കാരെ സന്തോഷിപ്പിച്ച് നടന്നിരുന്ന ഒരാളാണെങ്കിലും മരിച്ചത് കാക്കനാട് സൈഡിലുള്ള ഒരു ചെറിയൊരു വീട്ടിൽ കിടന്നിട്ട് ആരോരും അറിയാതെ ആ വീട്ടിൽ കിടന്ന് മരിച്ചു. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പള്ളിയിലാണ് പറഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും മറവ് ചെയ്യും. അല്ലാതെ ഈ ഇസ്ലാം മത വിശ്വാസികൾക്ക് വീടിനകത്ത് മറവ് ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ പള്ളിയിലാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ പള്ളിയിൽ വെച്ചത് മറവ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കൊച്ചിയിൽ ആരോ അറിഞ്ഞു ഇത് മെഹബൂബാണ്. അപ്പോൾ അയാൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മറവ് ചെയ്യേണ്ട ഒരാളല്ല, ഇയാൾ കൊച്ചിയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ്, ഒരു കൊച്ചിക്കാർ മോഹിക്കുന്നുണ്ട് ഇയാളുടെ മയ്യത്തൊന്ന് കാണാനായിട്ട്. അങ്ങനെ പിന്നെ ഈ മയ്യത്ത് ഇവിടുന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയും കൊച്ചിയിൽ വളരെ വലിയ ജനാവലിയുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത് മറവ് ചെയ്തു വെക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സഹീർ അലി നടന്ന് ഇത് അറിയാവുന്ന പലരോടുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് വളരെ പഠിച്ചും വളരെ ആഴത്തിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് രൂപപ്പെടുത്തിയത്. പിന്നെ നമ്മളിതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ചില ആളുകളെ കാണുമ്പോൾ സിനിമയായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ്. അപ്പോൾ സഹീർ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തും, ഇത് മെഹബൂബായുടെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്, അപ്പോൾ ഇയാൾ പറഞ്ഞിട്ടാണ് കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത്, ഇത് ഇങ്ങനെ ഒരാളാണ് അങ്ങനെ ഒരാളാണെന്ന് അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരാളുടെ ഒരു കഠിനമായൊരു ശ്രമമുണ്ട്. പിന്നെ ഈ സിനിമയോടുള്ളൊരു വലിയ പാഷൻ, എനിക്ക് ഇങ്ങനൊരു കഥ ജനങ്ങളോട് പറയണം, അത് ഇന്ന രീതിയിൽ പറയണം, ഇന്ന ആളുകളെ വെച്ചിട്ട് വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി നടത്തുന്ന ഒരു കഠിനമായൊരു ശ്രമത്തിനെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എനിക്കതുകൊണ്ടാണ് പ്രേക്ഷകരോടും പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ പുതുതായി സിനിമയിലേക്ക് വരുന്ന ആളുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ സിനിമകൾ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഴയ സിനിമകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരേ ശൈലിയിലുള്ള കഥകൾ നമ്മൾ കണ്ട് ശീലിച്ചതിലേക്ക് തന്നെ. മലയാളത്തിലെ ഒരുപിടി നല്ല കലാകാരന്മാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ അഭിനയിച്ച അഭിനേതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? എന്നോടൊപ്പം കൂടുതലും ഉണ്ടായിരുന്നത് ആദിലാണ്. ആദിൽ പേളി ഇതിലെ കഥാനായകനും കഥാനായികയാണ്. അവർ രണ്ടുപേരും എൻ്റെ കൂടെ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. അവരോടൊപ്പമാണ് എൻ്റെ കൂടുതൽ സീൻസും. പിന്നെ ഇതിനകത്ത് ലാലുണ്ട്, രാജീവ് ശർമ്മയുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്. ഇന്ദ്രൻസിൻ്റെ കൂടെയൊക്കെ ഞാൻ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ലാലിൻ്റെ കൂടെ ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഇവരുമായിട്ടാണ് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ ആദിലിനെ പറ്റിയും പേളിയെ പറ്റിയും പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് ഞങ്ങളെക്കാൾ ഏറെ അല്ലേ, ഇപ്പം എന്നെയൊക്കെ സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അവർ ആദിലിനെയും പേളിയെ നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഈ ചാനലിൽ കാണുന്ന അതിലും പേളിയല്ല സിനിമയിൽ. ആദ്യം ആക്ച്വലി ഇതിനൊരു ഇത് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഒരു ന്യൂ ജനറേഷൻ കാപ്പിരി തുരുന്നപ്പോൾ ഞാൻ വേറൊരു സ്റ്റൈലൊരു മൂവിയാണ് ആക്ച്വലി എക്സ്പെക്ട്. പിന്നെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ധാരണ ശരിക്കും മാറിയത്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് രണ്ടുപേരുടെ സ്വഭാവത്തിൽ നിന്നും വളരെ വ്യത്യാസമുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ
വളരെ നാടൻ ഒരു ചായക്കട നടത്തുന്ന, ഞങ്ങളൊക്കെ സദു എന്ന് വിളിക്കുന്ന സദാനന്ദൻ, സദു എന്നാണ് വിളിക്കുക. അപ്പോൾ ചായക്കട നടത്തുന്നതാണ്. അപ്പോൾ അവിടെ പഴയ പാട്ടൊക്കെ പാടും. അപ്പോൾ ഇങ്ങനെ അതിൽ പഴയ പാട്ടുകളൊക്കെ പാടുന്നു. അവനറിയാം, പഴയ പാട്ടുകളൊക്കെ അറിയാം. അല്ലാതെ നമ്മൾ അവിടെ കാണുന്ന ഒരു ആദിലല്ല. അപ്പോൾ പേളി ഇടയ്ക്ക് പറയും, എനിക്കിങ്ങനെ ഇവൻ്റെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഇങ്ങനെയല്ലല്ലോ അവർ ഷോ ചെയ്യുമ്പോൾ, വേറെ രീതിയിലല്ലേ. അതുപോലെ തന്നെ പേളിയും അവളൊരു പെൺകുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതുപോലെ സംസാരിക്കുകയും ഒക്കെ അത് പേളിക്കും വളരെ ബുദ്ധിമുട്ടുള്ള. ഇപ്പോൾ ഒരു സീൻ ഞങ്ങൾ അഭിനയിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ചായക്കട വന്നിട്ട് ഇതിനകത്തൊരു കഥാപാത്രം വന്ന് കത്തിച്ച് കളയുന്നൊരു. അപ്പോൾ ഞാൻ വന്ന് പറയുന്നുണ്ട്, ഒരിക്കലും ചെയ്യരുത്, പടച്ചവനെ നടക്കാത്തൊരു പണി നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾക്ക് തരാനുള്ള പണം അവർ തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കേൾക്കുന്നില്ല. അവർ ചെട്ടിയാരാണ്, ഇത് വന്ന് കത്തിക്കാൻ പോവുക. അപ്പോൾ പേളി ഓടി വന്നിട്ട് പറയും ഇങ്ങനെ, അയ്യോ അങ്ങനെ ചെയ്യരുതേ, അങ്ങനെ ഇത് നശിപ്പിക്കരുതേ എന്നിട്ട് ഇവള് പക്ഷേ സീനിൽ, അയ്യോ ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ പ്ലീസ്. അത് പിന്നെ പെട്ടെന്ന് തന്നെ അവൾ തന്നെ ചിരിച്ചിട്ട് അത് നിർത്തി. അപ്പോൾ അതാണ് അവളുടെ ഒരു രീതിക്ക് പറ്റിയൊരു കഥാപാത്രമല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കഥാപാത്രമാണ്. അപ്പോൾ അതാണ് ഏറ്റവും വിഷമം. ഇവർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് അങ്ങനെ അതിനുള്ള ട്യൂൺഡ് ആയിട്ടില്ലല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ കൊല്ലമായി ഈ ജോലി ചെയ്യുന്നു. ഇപ്പം ഇന്ന് വയസ്സനാണെന്ന് പറഞ്ഞാൽ ഉടനെ വയസ്സിനെ പോലെ നിൽക്കാം, അല്ലെങ്കിൽ നാളെ അവിടെ പോയിട്ട് കുറച്ചും കൂടി ചെറുപ്പമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കാം. ഇവർ ശീലിച്ച ഒരുപാട് കാര്യങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്ത് അവരിങ്ങനെ എന്താ പറയുക, അല്ല ധാര പോലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ച ഒരാൾക്കൊരു കഥാപാത്രമാവുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വളരെ മനോഹരമായിട്ട് രണ്ടുപേരും ചെയ്തു. പേളി ഭാഷ ഇതിനു മുമ്പും ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പല കഥാപാത്രങ്ങളായിട്ടും. പക്ഷെ അപ്പോഴൊക്കെ ഈ കഥാപാത്രങ്ങൾക്ക് പേളിയുടെ തന്നെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പല സിനിമകളിലും പേളിയെ നമ്മൾ പേളിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിലങ്ങനെയല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത പെൺകുട്ടിയായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാവരും. ഈ പഴയ കാലത്തിലെ സിനിമ എടുക്കുമ്പോൾ ഇന്ന് കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയും പോലെ അത് പക്ഷെ ഭയങ്കര ചലഞ്ച് തന്നെയല്ലേ. പഴയ ഇപ്പം പത്തേമാരിയിൽ നമ്മൾ കണ്ടതേപോലെ പഴയ കാലത്തിലെ സിനിമ എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് പണ്ടത്തെ കഥയാണ്. അപ്പം ഷൂട്ടിങ്ങിനൊക്കെ ഒരുപാട് ചലഞ്ചിങ് ആയിരുന്നു എന്ന് എനിക്ക് പറയാമായിരിക്കും. അതെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന പുതിയ പാലങ്ങളോ ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി തന്നെ വേണം നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഫ്ലാറ്റുകൾ, എവിടെ നമ്മൾ ക്യാമറ വെച്ചാലും ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലാറ്റ്സ് ഉണ്ടാവും. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ വാട്ടർ ഫ്രണ്ടായിട്ട് ഉള്ള പ്ലോട്ടുകളെല്ലാം അതാണല്ലോ. അപ്പോൾ അത് വരാത്തേക്കുള്ള സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വീടുകൾ കാണിച്ചിട്ടുണ്ട്, സെറ്റിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. അന്ന് പഴയ കൊച്ചിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള അതിനുള്ള പ്രോപ്പർട്ടീസും ഒക്കെ ഒരുപാട് സംഘടിപ്പിച്ചിട്ട്. പക്ഷെ നമ്മൾ ഭാഗ്യവശാൽ കൊച്ചിയിലൊക്കെ ഇപ്പോഴും അങ്ങനത്തെ പഴയ സ്ട്രീറ്റ് ഒരുപാട് ഉണ്ട്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന പടത്തിലും അങ്ങനത്തെ ഒരു സ്ട്രീറ്റിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പഴമ കൊച്ചി കളഞ്ഞിട്ടില്ല ശരിക്കും. ആ ഒരു കുറേ ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് പഴയ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഹെറിറ്റേജ് ആയിട്ട് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് പലതും. അതല്ലാതെ തന്നെ അത്തരം കുറേ അത് നമുക്കൊരു വലിയ ഒരു ഭാഗ്യമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുന്നത് ചില കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ ആയിരിക്കും, ചില തട്ടിൻപുറത്തൊക്കെയാണ് ഇവർ ഈ ക്ലബ്ബുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ അപ്പോൾ അതിനുള്ള റൂഫായിരിക്കും, മരത്തിൻ്റെ തട്ടായിരിക്കും, അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അതുപോലെ പാട്ടുകളുടെ എന്താ പറയുക, പാട്ടുകാരൻ്റെ സിനിമയാകുമ്പോൾ പാട്ടുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴൊക്കെ? അത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്, ആദ്യത്തെ കപ്പൽ വന്നത് സോപ്പ് ചീപ്പ് കണ്ണാടി. ഇവർ കച്ചവടത്തിന് വന്നതാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനല്ലേ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ കപ്പൽ വന്നത് സോപ്പ് ചീപ്പ് കണ്ണാടി, പിന്നത്തെ കപ്പൽ വന്നത് തുപ്പാക്കി, അങ്ങനെ പറയുന്നുണ്ട്, തൂക്കുമരവും തുപ്പാക്കിയൊക്കെ ആയിട്ടാണ്. പിന്നെ അവർ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നത്, നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അത്തരം വരികളൊക്കെ അതൊക്കെ മഹബൂബയുടെ കാലഘട്ടങ്ങളിൽ ഉള്ള ആളുകളാണ് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നല്ല, പ്രത്യേകിച്ച് പാട്ടുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതൊക്കെ വളരെ ഇൻവോൾവ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് പോലും അത് ഭയങ്കരമായിട്ട് കോരിത്തരിക്കും. അങ്ങനെയുള്ള ആ പാട്ടുകൾ വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി അതെല്ലാം ചിത്രീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാപ്പിരിത്തുരുത്ത് തിയേറ്ററിൽ എത്തുമ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ഒരു ആസ് എ കൺക്ലൂഷൻ പറയാനുള്ളത്? കാപ്പിരിത്തുരുത്ത് എന്നല്ല, ഏത് സിനിമയും, ഇപ്പം ഞാൻ അഭിനയിച്ച സിനിമകളിലും അല്ലാത്ത സിനിമകൾക്കും കൂടെ വേണ്ടി പറയുകയാണ്. ഓരോ സിനിമകൾ വരുന്നതും ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ്. ഓരോ പുതിയ കഥകൾ പറയണം. മലയാളത്തിന് എപ്പോഴും, മലയാള സിനിമകൾക്കുള്ളൊരു പ്രത്യേകത അതാണ്. എപ്പോഴും ഓരോ കഥാകാരനും അല്ലെങ്കിൽ ഓരോ ചലച്ചിത്രകാരനും ശ്രദ്ധിക്കുന്നത് ഇതുവരെ മറ്റാരും പറയാത്ത കഥ പറയാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് ഓരോ സിനിമാ പ്രവർത്തകനും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരുപാട് പുതുമകളുള്ള ഒരു സിനിമയായിരിക്കും കാപ്പിരിത്തുരുത്ത് എന്ന് പറയുന്ന ഈ സിനിമ. ഇത് സഹീർ അലി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ വളരെ തീവ്രമായ ഒരു ആഗ്രഹത്തിൽ നിന്നുണ്ടായ ഒരു ശ്രമമാണ്
ഈ ഒരു നല്ല സിനിമ ഉണ്ടാക്കണം, ഒരു നല്ല സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. മഹാനായ ഒരു കലാകാരനായ മെഹബൂബായി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ്റെ കഥ വളരെ ഭംഗിയായ രീതിയിൽ പറയാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾ കണ്ട് നിങ്ങളിത് വിലയിരുത്തണം എന്ന് മാത്രമാണ് ഇതിലെ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ അപേക്ഷ. താങ്ക് യു വെരി മച്ച്.